Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിറ്റാരിക്കാൽ 25 വീട്ടുകിണറ്റിൽ നിന്ന് 40കാരന്റെ അസ്ഥികൂടം കണ്ടെത്തി. ചിറ്റാരിക്കാൽ കാര സ്വദേശി കണ്ടറമറ്റത്തിൽ KA കുര്യൻ എന്ന അനീഷിന്റെ അസ്ഥികൂടമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കിണറ്റിൽ നിന്ന് അനീഷിന്റെ ആധാർ കാർഡ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥിരീകരണം. വിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം 1ാം സ്ഥാനത്താണെന്നും മന്ത്രി പറഞ്ഞു. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 45ാം വാർഷികം സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യാപാര സ്ഥാപനത്തിലെ എയർ കണ്ടീഷണറിന്റെ കേബിളുകളും പൈപ്പും മുറിച്ച് കടത്തിയ പ്രതി പിടിയിൽ. പയ്യന്നൂർ പെരുമ്പയിലെ ABC മൈ ഹോം എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. കണ്ണപുരം സ്വദേശി ഷബീറിനെയാണ് SI MK രഞ്ജിത്തും സംഘവും പിടികൂടിയത്. പയ്യന്നൂരിലെ കോടതി സമുച്ചയ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. പയ്യന്നൂർ MLA TI മധുസൂദനൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ചു. ട്രാൻസ് വുമൺ എമി ഷിറോണിന് NGO യൂണിയൻ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. പരിയാരം മുടിക്കാനത്ത് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ MLA നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചിറ്റാരിക്കാൽ 25 വീട്ടുകിണറ്റിൽ നിന്ന് 40കാരന്റെ അസ്ഥികൂടം കണ്ടെത്തി. ചിറ്റാരിക്കാൽ കാര സ്വദേശി കണ്ടറമറ്റത്തിൽ KA കുര്യൻ എന്ന അനീഷിന്റെ അസ്ഥികൂടമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കിണറ്റിൽ നിന്ന് അനീഷിന്റെ ആധാർ കാർഡ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥിരീകരണം. ചിറ്റാരിക്കാൽ കാനിച്ചിക്കുഴിയിൽ കുര്യാക്കോസിന്റെ വീടിന് സമീപമുള്ള കിണറ്റിൽ നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം കിണർ വൃത്തിയാക്കുമ്പോഴാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് കിണറ്റിൽ നിന്ന് ഇവ പുറത്തെടുക്കുകയായിരുന്നു. 2023 അനീഷിനെ കാണാനില്ലെന്ന് കാട്ടി അമ്മ ചിറ്റാരിക്കാൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. കിണറ്റിൽ നിന്ന് ഇയാളുടെ അഴുകിയ നിലയിലുള്ള തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തി. ഇതോടൊപ്പം ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾക്കിടയിൽ നിന്നാണ് തിരിച്ചറിയൽ കാർഡ് ലഭിച്ചത്. ചിറ്റാരിക്കാൽ SI KG രതീഷ്, U അരുണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധൻ MM ഹരികൃഷ്ണൻ എന്നിവർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. അസ്ഥികൂടം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ടറമറ്റത്തിൽ അഗസ്റ്റ്യൻ ചിന്നമ്മ ദമ്പതികളുടെ മകനാണ് അനീഷ്. സിന്ധു, അഭിലാഷ് എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. വിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം 1ാം സ്ഥാനത്താണെന്നും മന്ത്രി പറഞ്ഞു. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 45ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് കേരളം 1ാം സ്ഥാനത്താണ്. കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചവർക്ക് പോലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലെ ഇടത് സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ 1ാം സ്ഥാനം കേരളത്തിന് ഇന്ന് ആ അംഗീകാരം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് പ്രാപ്തമാകത്തുന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിച്ച നിലപാടുകൾ കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് ഈ ഭാരതീയ മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ പദ്ധതി സാധ്യമാണ്. പൊതുവിദ്യാഭ്യാസം, ആ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സാമ്പത്തികവും സമഗ്രതയും ഒരുപോലെ സ്വീകരിക്കാൻ കഴിയും. അതിന് ഗുണകരമായി മെച്ചപ്പെടുത്താൻ കഴിയും. CP ഷിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P ഗോവിന്ദൻ, ജയരാജൻ V, ജയശ്രീ, റഹീമ C, രാധാമണി മാവില തുടങ്ങിയവർ സംബന്ധിച്ചു. സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകരെയും ജീവനക്കാരെയും മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
പയ്യന്നൂരിലെ കോടതി സമുച്ചയ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. പയ്യന്നൂർ എംഎൽഎ ടി.ഐ. മധുസൂദനൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ചു. കോടതി സമുച്ചയത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കോടതി സമുച്ചയത്തിന്റെ 2 നിലകൾ വെട്ടിച്ചുരുക്കിയെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നും 4 നിലകളുടെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കി തുടർച്ചയായി തന്നെ ബാക്കി നിലകളുടെയും പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്നും 6 നില കോടതി സമുച്ചയമെന്ന തീരുമാനം അങ്ങനെ വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കുമെന്നും എംഎൽഎ അറിയിച്ചു. 2020 ഫെബ്രുവരി 23-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതി സമുച്ചയത്തിന് തറക്കല്ലിട്ടത്. പഴയ മുൻസിഫ് കോടതി കെട്ടിടം പൊളിച്ചുമാറ്റി 14 കോടി രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെ 5 നിലകളിലുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. 4 നിലകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. മുന്നോട്ടേക്ക് കൊണ്ടുപോകും. 6 നിലകളിലുള്ള ഒരു ആസൂത്രണത്തോടു കൂടിയിട്ടാണ് ഈ വർക്കിലേക്ക് വന്നത്. അംഗീകരിച്ച് കിട്ടിയിട്ടുള്ള പ്ലാൻ പ്രകാരം 5 നില കെട്ടിടമാണ്. താഴെ പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള സൗകര്യത്തോടു കൂടിയിട്ടുള്ള. പിന്നീട് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള തുകയും GSTയിലെ വർധനവും കൂടി വന്നപ്പോൾ ഫസ്റ്റ് ഫേസ് 4 നില വേഗത്തിൽ പൂർത്തീകരിക്കുകയും ബാക്കി വരുന്ന 2 നിലക്ക് വേണ്ടി സെപ്പറേറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്ത് അത് അംഗീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത്. ഹൈക്കോടതി രജിസ്ട്രാർ മുഖേന ആവശ്യം ഇപ്പോൾ ഗവൺമെൻറ് മുമ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പയ്യന്നൂരിലെ ഈ ഒരു കോടതി സമുച്ചയം ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ പൊതുജനങ്ങൾക്ക്, അഭിഭാഷകർക്ക്, ഉദ്യോഗസ്ഥ സമൂഹത്തിന് ഏറ്റവും ഗുണപരമായ നിലയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് പ്രവൃത്തി നടന്നു വരുന്നത്. ഇന്ന് PWD അധികൃതരുടെ അവലോകന യോഗം MLA എന്ന നിലയിൽ MLA ഓഫീസിലുണ്ടായിരുന്നു. ഞങ്ങളിതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. തുടർന്ന് ഇതിൻ്റെ പ്രവൃത്തി ഒന്നുകൂടി അവലോകനം ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഈ സൈറ്റിൽ തന്നെ വന്നിട്ടുള്ളത്. 4555 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ മജിസ്ട്രേറ്റ് കോടതി, മുൻസിഫ് കോടതി എന്നിവയ്ക്ക് പുറമെ ഒരു അഡീഷണൽ ജില്ലാ കോടതിക്കും സ്ഥലം നീക്കിവച്ചിട്ടുണ്ട്. 2ഉം 3ഉം നിലകളിൽ മുൻസിഫ്, മജിസ്ട്രേറ്റ് കോടതികൾ പ്രവർത്തിക്കും. അഭിഭാഷകരുടെയും കോടതി ജീവനക്കാരുടെയും ജനങ്ങളുടെയും ചിരകാലാഭിലാഷമാണ് പുതിയ കോടതി കെട്ടിടം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാര സ്ഥാപനത്തിലെ എയർ കണ്ടീഷണറിന്റെ കേബിളുകളും പൈപ്പും മുറിച്ചു കടത്തിയ പ്രതി പിടിയിൽ. പയ്യന്നൂർ പെരുമ്പയിലെ ABC മൈ ഹോം എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. കണ്ണപുരം സ്വദേശി ഷബീറിനെയാണ് SI MK രഞ്ജിത്തും സംഘവും പിടികൂടിയത്. പയ്യന്നൂർ പെരുമ്പയിലെ ABC മൈ ഹോം എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ഇക്കഴിഞ്ഞ 2-ാം തീയതി രാവിലെ 7 മണിയോടെയാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. സ്ഥാപനത്തിന്റെ പുറകുവശത്തെ ചുമരിൽ ഘടിപ്പിച്ച എയർ കണ്ടീഷണറിന്റെ കേബിളുകളും പൈപ്പുമാണ് പ്രതി മുറിച്ചു കടത്തിയത്. 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്ന സ്ഥാപന നടത്തിപ്പുകാരനായ കുഞ്ഞിമംഗലത്തെ PK സമീറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. പ്രതി വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നതായും പോലീസിൽ നൽകിയ പരാതിയിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ട്രാൻസ് വുമൺ എമി ഷിറോണിന് NGO യൂണിയൻ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. പരിയാരം മുടിക്കാനത്ത് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ MLA നിർവഹിച്ചു. കേരള NGO യൂണിയൻ വജ്രജൂബിലിയുടെ ഭാഗമായി സംസ്ഥാനത്തെ അതിദരിദ്ര ജനവിഭാഗങ്ങളിലെ 60 കുടുംബങ്ങൾക്ക് 60 സ്നേഹവീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നിർമ്മിക്കുന്ന 4 വീടുകളിൽ 4ാമത്തെ വീട് പരിയാരം ഗ്രാമപഞ്ചായത്തിലെ മുടിക്കാനത്ത് നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറി. ട്രാൻസ്ജെൻഡറായ എമി ഷിറോണിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ MB ഗോവിന്ദൻ മാസ്റ്റർ MLA കൈമാറി. സ്വാഭാവികമായിട്ടും ഞാനിവിടെ ഇങ്ങനെ സ്കൂളിൽ ചേർന്ന് കണ്ടുകൊണ്ടേയായിരുന്നു. അപ്പോൾ ഇവിടെ പണി മുടക്ക് നടക്കുന്നത് കേരളം ഇന്നേ വരെ കണ്ട ഏറ്റവും വലിയ പണിമുടക്ക്. അതിന് മുമ്പുണ്ടായിട്ടില്ല, അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. ശേഷം അങ്ങനെ ഒരു പണിമുടക്കിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഒരുക്കാൻ ഒരു ശക്തിക്കും കേരളത്തിനായിരുന്നില്ല. പറയില്ല, ഒരാൾക്കും ആവുമായിരുന്നില്ല. 1973 പണിമുടക്കിന്റെ പ്രത്യേകത
അധ്യാപകരും ജീവനക്കാരും കൂടി ചേർന്ന് സംഘടനാ സർവീസ് മേഖലയിലെ ജീവനക്കാരുടെ ആകെ തന്നെ ഒരു പണിമുടക്കാണ്. ഇന്നത്തെ പോലെ സർവീസ് മേഖലയിലെ ആധിപത്യം നേടുന്ന ഇപ്പോഴത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ട്രാൻസ്ജെൻഡർമാർ സജീവമായി മുന്നോട്ട് വന്ന് പൊതുസമൂഹത്തിന്റെ ഭാഗമാകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇനി ഇവർക്ക് സുരക്ഷയാണ് വേണ്ടതെന്നും അതിനുവേണ്ട ശ്രമങ്ങൾ ഗവൺമെന്റ് നടത്തുകയാണെന്നും അതിന്റെ വകുപ്പുകൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ചടങ്ങിൽ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷീബ, കെ സന്തോഷ്, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ രതീശൻ, എ എം സുഷമ, കെ വി മനോജ് കുമാർ, കെ ബാബു, കെ രഞ്ജിത്ത്, സംഘാടക സമിതി ചെയർമാൻ എം ടി മനോഹരൻ, പഞ്ചായത്ത് മെമ്പർ ടോണ വിൻസെന്റ്, ജില്ലാ സെക്രട്ടറി എൻ സുരേന്ദ്രൻ, യൂണിയൻ മെഡിക്കൽ കോളേജ് ഏരിയ സെക്രട്ടറി പി ആർ ജിജേഷ്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ സംഘടനയായ DTFK സംസ്ഥാന പ്രസിഡന്റ് നേഹ സി മേനോൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ട്രാൻസ് വുമൺ എമി ഷിറോൺ. NGO യൂണിയനാണ് പരിയാരം മുടിക്കാനത്ത് എമി ഷിറോണിന് വീട് നിർമ്മിച്ചു നൽകിയത്. ജീവിതത്തിൽ തണൽ തേടിയുള്ള യാത്രയായിരുന്നു എമിയുടേത്. യാഥാസ്ഥിതിക സമൂഹത്തിന്റെ എതിർപ്പുകളോട് മല്ലിട്ട് എമി ഇഷ്ടജീവിതം സ്വന്തമാക്കിയപ്പോൾ ആ അതിജീവനത്തിന് തണലൊരുക്കുകയാണ് NGO യൂണിയൻ. എമി ഷിറോണിന് പരിയാരം മുടിക്കാനത്ത് NGO യൂണിയൻ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം എം വി ഗോവിന്ദൻ MLA നിർവഹിച്ചു. മുഴപ്പിലങ്ങാട് സ്വദേശി എമി ഷിറോൺ 11 വർഷം മുൻപാണ് വീട് വിട്ടിറങ്ങിയത്. മേക്കപ്പ് ആർട്ടിസ്റ്റായും നർത്തകിയായും ജോലി ചെയ്തായിരുന്നു ജീവിതം. കണ്ണൂർ നഗരത്തിലെ വാടക വീടുകളിലായിരുന്നു താമസം. സ്വന്തമായി ഒരു വീട് എന്നത് എമിയുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നമാണ് NGO യൂണിയൻ യാഥാർത്ഥ്യമാക്കിയത്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ട്രാൻസ് വുമൺ എമി ഷിറോൺ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തായത് മുതൽ 11 വർഷത്തോളമായിട്ടുള്ള സ്വപ്നമായിരുന്നു. ഓരോ വാടക വീടുകളിൽ നിന്നും മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത് ഏതൊരു സാധാരണ വ്യക്തിയുടെ സ്വപ്നം പോലെ തന്നെ എനിക്കുള്ളതായിരുന്നു അത്. അപ്പോൾ NGO കേരള യൂണിയൻ എന്ന വലിയ ഒരു സംഘടനയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് അവർ വെച്ച് നൽകുന്ന അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട വ്യക്തികൾക്കുള്ള 60 വീടുകളിൽ ഒരു വീട് ട്രാൻസ്ജെൻഡർ വ്യക്തിയായ എനിക്ക് എടുത്തു തന്നതിൽ ഒരുപാട് നന്ദിയും കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംഘടന ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് ഇത്രയും വലിപ്പവും സൗകര്യവും മനോഹരവുമായ ഒരു വീടെടുത്തു കൊടുക്കുന്നത്. അത് ഒരു മാതൃകയായി കാണേണ്ടതാണ് കേരളത്തിലെ സമൂഹവും നമ്മുടെ നവകേരളവും. മാറ്റത്തിന് തുടക്കമാണ് ഇത് കണ്ടുവരുന്നത്. മാർജിനലൈസ് ചെയ്ത് നിൽക്കുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, അതായത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ചേർത്ത് നിർത്തുന്ന ഇടതുപക്ഷ സർക്കാരും CPIM, LDFും പോലുള്ള സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും പ്രസ്ഥാനങ്ങളും NGO കേരള യൂണിയൻ പോലുള്ള സംഘടനകളും ഇനിയും മുന്നോട്ടേക്ക് വരണം. കേരള NGO യൂണിയൻ വജ്രജൂബിലിയുടെ ഭാഗമായി സംസ്ഥാനത്തെ അതിദരിദ്ര ജനവിഭാഗത്തിലെ 60 കുടുംബങ്ങൾക്കാണ് സ്നേഹവീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. കണ്ണൂർ ജില്ലയിൽ നിർമ്മിക്കുന്ന 4 വീടുകളിൽ 4ാമത്തെ വീടാണ് എമി ഷിറോണിന് NGO യൂണിയൻ നിർമ്മിച്ച് നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പഴയങ്ങാടി വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപത്തെ മെക്കാഡം റോഡിലെ വലിയ കുഴി വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. റോഡിലെ കൺവേർട്ട് തകർന്നതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. ഏഴിമല നാവിക അക്കാദമിയിലേക്കടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടിട്ട് മാസങ്ങളേറെയായി. ഇതേറെ അപകട സാധ്യത ഉണ്ടാക്കുകയാണ്. റെയിൽവേ ഗേറ്റ് അടക്കുമ്പോൾ അതിരൂക്ഷമായ ഗതാഗത കുരുക്കും ഉണ്ടാകുന്നുണ്ട്. ആദ്യമുണ്ടായ കുഴി വ്യാപിച്ച് റോഡ് മുഴുവനായും തകരാനും സാധ്യതയുണ്ട്. പഴയങ്ങാടി PWDയുടെ കീഴിലുള്ള റോഡാണിത്. 10 മാസം മുമ്പാണ് റോഡ് മെക്കാഡം ടാറിംഗ് നടത്തിയത്. നിരവധി തവണ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും ഗർത്തം മൂടുവാനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നാണ് പരാതി. ഈ വങ്ങാല റെയിൽവേ ഗേറ്റിനടുത്തുള്ള ഈ കുഴി ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വലിയൊരു ഭീഷണിയാണ്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ നടന്നു പോകുന്നവർക്കും ബൈക്ക് വാഹനങ്ങളൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് ഈ കുഴിയിൽ പെടാൻ സാധ്യതയുണ്ട്. ഇതൊരു സമീപകാലത്ത് ടാർ ചെയ്ത റോഡാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ നമുക്കൊരു വലിയൊരു അപകട വാർത്ത തന്നെ ഇതിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മഴക്കാലം വരുന്നതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമാവും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ സംഘർഷം. ലീഗ് പ്രവർത്തകൻ K ലത്തീഫിന് മർദ്ദനമേറ്റു. പയ്യന്നൂർ കോളേജിലെ പ്യൂൺ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പയ്യന്നൂർ കോളേജിൽ ലീഗിന് അവകാശപ്പെട്ട ഒഴിവ് വന്ന പ്യൂൺ തസ്തികയുമായി ബന്ധപ്പെട്ട തർക്കമാണ്
മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രവർത്തക സമിതി യോഗത്തിൽ കയ്യാങ്കളിയിലേക്ക് എത്തിയത്. 3 അപേക്ഷകരിൽ നിന്നും ആരെ തിരഞ്ഞെടുക്കും എന്ന ചർച്ച കയ്യേറ്റത്തിൽ കലാശിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ ലീഗ് മുൻ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കൂടിയായ ലത്തീഫ് കോച്ചനെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 യൂത്ത് ലീഗ് ഭാരവാഹികൾക്കെതിരെ ലത്തീഫ് കോച്ചൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അമ്മച്ചിത്രങ്ങൾ കൊണ്ട് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കുകയാണ് സ്മിത KE എന്ന ചിത്രകാരി. അമ്മയും കുഞ്ഞുമാണ് സ്മിതയുടെ മിക്ക ചിത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ചിത്രപ്രദർശനം കാണാൻ നിരവധി കലാസ്വാദകരാണ് എത്തുന്നത്. അമ്മയാണ് KE സ്മിതയുടെ ചിത്രങ്ങളുടെ ഇഷ്ടവിഷയം. പല ഭാവതലങ്ങളിൽ നിന്ന് സ്മിതയുടെ അമ്മമാർ ആസ്വാദകരോട് സംവദിക്കുന്നു. ഗർഭാവസ്ഥ മുതലുള്ള അമ്മയുടെ വികാസ പരിണാമങ്ങളുണ്ട് ചിത്രങ്ങളിൽ. ചെറുകുന്ന് തറ ഹെൽത്ത് സെന്ററിലെ നഴ്സിംഗ് ഓഫീസറായി ജോലി ചെയ്യുന്ന സ്മിത ചിത്രകല അക്കാദമികമായി തന്നെ പഠിച്ചിട്ടുണ്ട്. 3000-ലേറെ ഇല്ലുസ്ട്രേഷനുകളും 1000-ലേറെ പെയിന്റിങ്ങുകളും ഇതിനോടകം വരച്ചു. ഇവിടെ പയ്യന്നൂർ ലളിതകലാ അക്കാദമി ഗാലറിയിൽ എൻ്റെ ഷിയാൻ ഹെയർ എന്ന ചിത്രപ്രദർശനം നടക്കുകയാണ്. ഇതിൽ ഞാൻ 50ഓളം അക്രിലിക് പെയിൻറ്റിങ്ങുകൾ വെച്ചിട്ടുണ്ട്. അതിലേറെയും സ്ത്രീകളും കുട്ടികളും മൃഗങ്ങളും പ്രകൃതിയും ഉൾപ്പെടുന്നതാണ്. മെയ് 12 മദേഴ്സ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ചിത്രമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ദുബായിലും തായ്ലാൻഡിലും പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പയ്യന്നൂർ ഗാന്ധി പാർക്കിലേത് സ്മിതയുടെ 11ാമത്തെ സോളോ എക്സിബിഷനാണ്. പേന കൊണ്ടുള്ള പോർട്രേറ്റുകളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS തല ജെൻഡർ പോയിന്റ് പേഴ്സൺമാർക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന പരിശീലന പരിപാടി വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS തല ജെൻഡർ പോയിന്റ് പേഴ്സൺമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. അവർ പ്രത്യേക രീതിയിലാണ് നമ്മളെല്ലാം നോക്കിക്കാണുന്നത്. ഞാനിതൊരു സമ്മേളനത്തിന് ബാംഗ്ലൂർ പോയപ്പോൾ ഞങ്ങൾ 5 കിടന്നു ജില്ലയിൽ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നേരെ അതിൻ്റെ പുറകുവശത്തേക്ക് ഒരു വാഹനം നോക്കി പോയപ്പോൾ ഒരു 3-4 സ്ത്രീകൾ എന്നെ വളർന്നു. അവർ വളർന്നിട്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ അധ്യക്ഷത വഹിച്ചു. ജെൻഡർ റിസോഴ്സ് സെന്റർ കമ്മ്യൂണിറ്റി കൗൺസിലർ അനുപമ രാജൻ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, വൈസ് ചെയർപേഴ്സൺ പ്രീതി KV, CDS ജെൻഡർ പോയിന്റ് പേഴ്സൺ നളിനി, മെമ്പർ സെക്രട്ടറി PK സുരേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് ചിടങ്ങിൽ കോസ്മോസ് ക്ലബ് ആൻഡ് ഗ്രന്ഥാലയം ഉദ്ഘാടനം നടന്നു. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് ചിടങ്ങിൽ കോസ്മോസ് ക്ലബ് ആൻഡ് ഗ്രന്ഥാലയം ഉദ്ഘാടനം നടന്നു. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് കോസ്മോസ് ക്ലബിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു. വളരെ മനോഹരമായ കെട്ടിടം പണിയാൻ അവർക്ക് സാധിച്ചു. അതോടൊപ്പം ഒരു ലൈബ്രറിയും അവർ പുതുതായി സ്ഥാപിച്ചിരിക്കുകയാണ്. ലൈബ്രറിയും മനോഹരമായ രീതിയിൽ കൊണ്ടുപോകാൻ കോസ്മോസിന് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ചെറുകുന്ന് മേഖലയിൽ കോസ്മോസ് ക്ലബ്ബ് ഇതിനോടകം നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തെയും ചെറുപ്പക്കാർക്കും ബഹുജനങ്ങൾക്കുമെല്ലാം ഒത്തുകൂടാൻ ഇത്തരം ക്ലബ്ബുകൾ വളരെ അനിവാര്യമാണ്. കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിവരുന്ന സംഘടനയാണ് ചെറുകുന്ന് ചിടങ്ങിൽ കോസ്മോസ് ക്ലബ്ബ്. ഇവരുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ക്ലബിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുക. മനോഹരമായ ഇരുനില കെട്ടിടമാണ് പണിതിട്ടുള്ളത്. മികച്ച ലൈബ്രറിയും ജനസേവന കേന്ദ്രവും ഒരുക്കും. M വിജിൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ T നിഷ, OV പവിത്രൻ, PK വിജയൻ, M ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
പയ്യന്നൂരിൽ ഫിനിക്സ് എഡ്യു ക്യാമ്പസിന്റെ 2024-25 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. CA, CMA, CS തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് മികച്ച റിസൾട്ടാണ് ഫിനിക്സ് എഡ്യു ക്യാമ്പസിൽ നിന്നും ലഭിക്കുന്നത്. വ്യവസായ വാണിജ്യ മേഖലയിൽ മികച്ച നിലവാരമുള്ളതും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്നതുമായ CA, CMA, CS, ACCA, BBA, ഏവിയേഷൻ മുതലായ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് മികച്ച റിസൾട്ട് നൽകുന്ന ഫിനിക്സ് എഡ്യു ക്യാമ്പസിന്റെ 2024-25 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കൊമേഴ്സിലെ തന്നെ ഏറ്റവും ട്രെൻഡിംഗ് പ്രൊഫഷണൽ കോഴ്സുകളായ CA, CMA, CS, ACCA അതുപോലെ BBA കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പയ്യന്നൂർ തന്നെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനമാണ് ഫിനിക്സ് എഡ്യു ക്യാമ്പസ്. ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കോസ്റ്റിൽ, ഏറ്റവും അഫോർഡബിൾ ഫീലിൽ, ഏറ്റവും ക്വാളിറ്റി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യങ് പ്രൊഫഷണൽസിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഫിനിക്സ് എഡ്യു ക്യാമ്പസ് എന്ന് പറയുന്നത്. 6 വർഷമായി പയ്യന്നൂരും വയനാടും കാസർഗോഡും എറണാകുളം ബ്രാഞ്ചുകളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫിനിക്സ് എഡ്യു ക്യാമ്പസ്. കൊമേഴ്സിൽ തന്നെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളാണ് ഫിനിക്സ് എഡ്യു ക്യാമ്പസിൽ നിന്നും നൽകുന്നത്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറെ ഗുണമേന്മയുള്ള ക്ലാസുകളാണ് ഫിനിക്സ് എഡ്യു ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പയ്യന്നൂർ, വയനാട്, കാസർഗോഡ്, എറണാകുളം ജില്ലകളിൽ 6 വർഷത്തോളമായി ഫിനിക്സ് എഡ്യു ക്യാമ്പസ് പ്രവർത്തിച്ചു വരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാഷാശില്പം ഒരുങ്ങി. ശില്പി സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ നേതൃത്വത്തിലാണ് ഭാഷാശില്പം ഒരുക്കിയത്. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ശില്പം ഏവരെയും ആകർഷിക്കുന്നതാണ്. പാഴ്വസ്തുക്കൾ കൊണ്ടാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ശില്പം അനാച്ഛാദനം ചെയ്തു. ഒരു പെൺകുട്ടി ബാഹ്യമായ അറിവുകളെ തന്റെ തലച്ചോറിലേക്ക് ആവാഹിക്കുന്ന രീതിയിലാണ് ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. ഭാഷയെ ദേശീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പം ഒരുക്കിയിരിക്കുന്നതെന്ന് ശില്പി സുരേന്ദ്രൻ കൂക്കാനം പറഞ്ഞു. ഭാഷയെ ദേശീയവൽക്കരിക്കുക അല്ലെങ്കിൽ ലോകവൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുള്ള ഈ ശില്പം ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിനുപയോഗിച്ചിരുന്ന മിക്കവാറും വസ്തുക്കൾ പാഴ്വസ്തുക്കൾ കൊണ്ട് ചെയ്ത ശില്പമാണ്. ഏതായാലും ഈ സംരംഭത്തിൽ ഒരു സന്തോഷമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വജ്രജൂബിലി ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വജ്രജൂബിലി ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ വ്യത്യസ്തമായ കർമ്മതലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങൾ ഉണ്ടായിരിക്കും നാടിന്റെ നാനാഭാഗത്തും, ഇന്ത്യക്കകത്തും പുറത്തുമെല്ലാം. അവരിവിടെ പഠിച്ചത് ചിലർ. അതുകൊണ്ട് തന്നെ വിദ്യാലയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭൂതകാല ചരിത്രത്തിൻ്റെ ഏറ്റവും സമുജ്വലമായ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിരവധി വ്യക്തിത്വങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുള്ള ഒരു കർമ്മ ചൈതന്യം കൂടിയാണ് വിദ്യാലയം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നമ്മളെല്ലാം പറയാറുണ്ട്, വിദ്യാധനം സർവ്വഥാ പ്രധാനമല്ല. ആ വിദ്യയേക്കാൾ പ്രധാനപ്പെട്ടതല്ല ഒരു ധനവും. ആ വിദ്യാധനത്തിൻ്റെ സർവ്വത്വതയും സമഗ്രതയും ജനാധിപത്യം വെക്കണം. അതാണ് നമ്മുടെ സാമൂഹികമായ ലക്ഷ്യം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ചന്ദ്രകാന്ത്, എരമംകുറ്റൂർ പഞ്ചായത്ത് മെമ്പർ പ്രേമ സുരേഷ്, ഹെഡ്മിസ്ട്രസ് P രജനി, PTA പ്രസിഡന്റ് KS സജീവ്, പ്രിൻസിപ്പൽ P ദാമോദരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും മുൻ മാനേജർമാർക്കുള്ള ആദരവും പരിപാടിയുടെ ഭാഗമായി നടന്നു. വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ OV നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പിലാത്രയിൽ നടന്ന അനുസ്മരണ പരിപാടി M വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക സംഘം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും 16 വർഷക്കാലം ജില്ലാ പ്രസിഡന്റുമായിരുന്ന മുതിർന്ന കർഷക നേതാവ് OV നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പിലാത്രയിൽ നടന്ന അനുസ്മരണ പരിപാടി M വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു.
അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് ആർക്കുമാകാമല്ലോ. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ആധാരമായി ഉള്ള ഒരു ദേശീയ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലേ ആൻഡ് സെറാമിക്സിലെ ചെയർമാനായിട്ട്, കണ്ണൂർ സ്പിന്നിംഗ് മില്ലിൻ്റെ ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ചു. കെൽട്രോണിൻ്റെ ഡയറക്ടറായിട്ട് പ്രകാശ് മാസ്റ്റർ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ ആയിട്ട് പ്രവർത്തിച്ചു. പൊതുരംഗത്ത്, തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ രംഗത്ത് അദ്ദേഹം അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ നിയമസഭാ സ്പീക്കറായി കാലാവധി പൂർത്തിയാകുന്ന സമയത്ത് എം പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വത്സൻ പനോളി, ടി.ഐ. മധുസൂദനൻ എം.എൽ.എ, പി.പി. ദാമോദരൻ, ഐ.വി. ശിവരാമൻ, എം.സി. പവിത്രൻ, പുല്ലായിക്കൊടി ചന്ദ്രൻ, കെ. പത്മിനി, എം. മോഹനൻ, വി. രമേശൻ, കെ. കാർത്യായനി, എം.വി. ശശി, എം. ശ്രീധരൻ, എ.വി. രവീന്ദ്രൻ, എം.വി. രാജീവൻ, കെ. മനോഹരൻ, പി. ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രമുഖ നർത്തകിയായ ഡോക്ടർ വിദ്യാലക്ഷ്മി കലാക്ഷേത്ര എഴുതിയ സഖീതത്വം ഇൻ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ എം.എൽ.എ. സി കൃഷ്ണാട്ടൻ, അതുപോലെ എല്ലാവരും ഇവിടെ വേദിയിൽ സന്നിഹിതരായ എല്ലാ വിശിഷ്ട വ്യക്തികളും ഈ ഭദ്രദീപത്തിന് തിരികൊളുത്തി. പ്രമുഖ നർത്തകിയായ ഡോക്ടർ വിദ്യാലക്ഷ്മി കലാക്ഷേത്ര എഴുതിയ സഖീതത്വം ഇൻ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ രണ്ടുപേരുടെയും വഴി, യഥാർത്ഥത്തിൽ ആ വഴി വെട്ടി തുറന്നത് ലത തന്നെയാണ്. കലാമണ്ഡലത്തിലേക്ക് പോകുന്നു, അവിടെ പഠിക്കുന്നു, ഏറ്റവും നന്നായി തിരിച്ചു വരുന്നു. പിന്നെ നടക്കുന്നതൊരു വലിയ പോരാട്ടമാണ്. ആ പോരാട്ടമാണ് ദാസ്യ കലാക്ഷേത്രം എന്ന നിലയിൽ ഇന്ന് അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കുന്ന ഒരു മഹാസ്ഥാപനമായിട്ട് വളർന്നു വന്നിട്ടുള്ള നൃത്തവിദ്യാലയം എന്ന് പറയുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ ഇ.വി. രാമകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. കലാമണ്ഡലം ലത പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ എ.കെ. നമ്പ്യാർ, സി.എസ്. തോമസ്, വസുന്ധര തോമസ്, മുൻ എം.എൽ.എ. സി കൃഷ്ണൻ, തമ്പാൻ കാമ്പ്രത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹരിത തമ്പാൻ പുസ്തകം പരിചയപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് അർഹതപ്പെട്ട സഹപാഠിക്ക് വീടൊരുക്കുന്നതിന്റെ ധനസമാഹരണാർത്ഥം നിർമ്മിച്ച ഡിഷ് വാഷിന്റെ വിപണനം ആരംഭിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ. പ്രാർത്ഥന ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സ്കൂളിലെ അർഹതപ്പെട്ട സഹപാഠിക്ക് വീടൊരുക്കിയത്. വീടൊരുക്കുന്നതിന്റെ ധനസമാഹരണാർത്ഥം NSS യൂണിറ്റ് നിർമ്മിച്ച ഡിഷ് വാഷിന്റെ വിപണനം തുടങ്ങി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ. പ്രാർത്ഥന വിപണനോദ്ഘാടനം നിർവഹിച്ചു. ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. അതിന് വേണ്ടിയുള്ള ധനസമാഹരണം എന്ന രീതിയിലാണ് ഇന്ന് ഇത്തരത്തിൽ അവർ തന്നെ നിർമ്മിച്ച് നൽകുന്ന ഡിഷ് വാഷ്, അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന പണം സ്വരൂപിച്ചുകൊണ്ടാണ് അവർ ആ വീട് നിർമ്മാണത്തിന്റെ ചെലവിലേക്കായിട്ട് എടുക്കുന്നത്. അതിനു വേണ്ടി തന്നെ ഡിഷ് വാഷ് മാത്രമല്ല, ഇന്ന് പുതിയ അഡ്മിഷനായിട്ട് എത്തുന്ന കുട്ടികൾക്ക് നോട്ട് ബുക്കുകൾ നൽകിക്കൊണ്ടും അവർ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കുകയാണ്. മദർ PTA പ്രസിഡന്റ് CV ഗീതയ്ക്ക് ഡിഷ് വാഷ് നൽകിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എ. പ്രാർത്ഥന ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ PK ഷീബ, PTA പ്രസിഡന്റ് M. അനിൽകുമാർ, മദർ PTA പ്രസിഡന്റ് CV ഗീത, രമേഷ് ബാബു പാണ്ഡ്യാല, സിന്ധു പടോളി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കൈതപ്രം കമ്പിപ്പാലം ബ്രദേഴ്സ് 2ാം വാർഷികാഘോഷവും പ്രതിഭാ സംഗമവും ഗ്രാമോത്സവവും സംഘടിപ്പിച്ചു. നോവലിസ്റ്റ് R. ഉണ്ണി മാധവൻ ഉദ്ഘാടനം ചെയ്തു. കൈതപ്രം കമ്പിപ്പാലം ബ്രദേഴ്സ് 2ാം വാർഷിക ആഘോഷവും പ്രതിഭാ സംഗമവും ഗ്രാമോത്സവവും സംഘടിപ്പിച്ചു. നോവലിസ്റ്റ് R. ഉണ്ണിമാധവൻ ഉദ്ഘാടനം ചെയ്തു. നല്ല ഉഷ്ണതരംഗം അനുഭവപ്പെട്ട ദിവസങ്ങളാണ് കടന്നുപോയത്. ഇന്ന് ഈ പ്രശാന്ത് ബാബുമാഷ പറഞ്ഞ പോലെ ഒരു മഴയ്ക്ക് ശേഷമുണ്ടാവുന്ന ഒരു കുളിർമയുള്ള സായാഹ്നമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ സായാഹ്നത്തിലാണ്
വലിയ പാരമ്പര്യമൊന്നുമില്ലാത്ത എന്നാൽ ചെറിയ കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു ക്ലബിൻ്റെ വാർഷികാഘോഷം നടക്കുന്നത്. സി ലിദിൻ അധ്യക്ഷത വഹിച്ചു. എൻ കെ സുജിത്ത്, എം ഇ രാജഗോപാലൻ, കെ വി വിജയൻ, ശ്യാം നാരായണൻ RV തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാങ്കോൽ കരിങ്കുഴി ചിന്ത തിയേറ്റേഴ്സിന്റെ 50ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ചിന്ത തിയേറ്റേഴ്സ് അങ്കണത്തിൽ നടന്ന പരിപാടി ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ കരിങ്കുഴി ചിന്ത തിയേറ്റേഴ്സിന്റെ 50ാം വാർഷികാഘോഷം 2024 മെയ് മുതൽ 2025 ഏപ്രിൽ വരെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളോടെ നടക്കും. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കരിങ്കുഴി ചിന്ത തിയേറ്റേഴ്സ് അങ്കണത്തിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. 47 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 10 വർഷം പിന്നിടുമ്പോൾ കേരളം സമൂഹത്തിന് മുമ്പിൽ ഒരു പുതിയ വഴി കാണിച്ചു. രാജ്യമാകെ ഫോക്കസാണ്. കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്നു, സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്നു. ആ ഘട്ടത്തിലാണ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒരു ഭിന്നമായിട്ടുള്ള വഴി, കോൺഗ്രസിന്റെ നയങ്ങളിൽ നിന്നും ഭിന്നമായിട്ടുള്ള സമീപനങ്ങൾ നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റ് രൂപം കൊടുക്കുന്നതാണ്. 47-57 കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കൊണ്ടുവന്നു. അന്ന് ലോകത്ത് വലിയ അത്ഭുതമായിരുന്നു. ചടങ്ങിൽ മൂലച്ചേരി നാരായണൻ അധ്യക്ഷത വഹിച്ചു. പി ശശിധരൻ, എൻ കെ ഗംഗാധരൻ മാസ്റ്റർ, പി രാധാകൃഷ്ണൻ, EC സതി, സി രമേശൻ, VN ശശികുമാർ, കെ വിജിൻ, എ കരുണാകരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അങ്കണവാടി LP വിഭാഗം കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമാലയം ബഡ്സ് സ്പെഷ്യൽ സ്കൂളിന്റെ നോട്ട്ബുക്ക് നോട്ട്പാഡ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. അവർക്ക് സ്വയം തൊഴിൽ എന്ന നിലയിലേക്ക് അവരെ പ്രാപ്തരാക്കി എടുക്കുക എന്നതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ലക്ഷ്യം. അത് CDSുമായി സഹകരിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾ, വിവിധതരം സംഘടനകൾ, അതുപോലെ ഇതുപോലുള്ള ബാച്ചുകൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള നല്ലൊരു സഹായം നമ്മുടെ ക്ഷേമാലയം ബഡ്സ് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷേമാലയം ബഡ്സ് സ്പെഷ്യൽ സ്കൂളിന്റെ നോട്ട്ബുക്ക് നോട്ട്പാഡ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. നോട്ട്ബുക്കിന്റെ ആദ്യ വിൽപ്പന കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത് കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1992 SSLC ബാച്ച് നിനവ് 92 നൽകി നിർവഹിച്ചു. നിനവ് 92 അംഗങ്ങൾ കുട്ടികൾക്ക് ഫിസിയോതെറാപ്പിക്ക് ആവശ്യമായ ട്രംബോളിൻ സംഭാവനയായി നൽകി. P ശ്യാമള, ദീപിക A, സന്ദീപ് മോഹൻ KP, PV സുനിത, P അനിൽകുമാർ, PP സൈദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ബേക്ക് അസോസിയേഷൻ കേരള കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബേക്ക് അസോസിയേഷൻ കേരള കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് CK സുമേഷ് ഉപഹാര വിതരണം നിർവഹിച്ചു. ബേക്കറി ഉടമകളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ബേക്ക് അസോസിയേഷൻ കേരള കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് CK സുമേഷ് ഉപഹാര വിതരണം നിർവഹിച്ചു. നമ്മുടെ ബേക്കറി കുടുംബാംഗങ്ങളായ കുട്ടികൾക്ക് +2നും അതുപോലെ തന്നെ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിച്ചത്. നമ്മുടെ ബേക്കറി കുടുംബാംഗം ഒരു കൂട്ടായ്മയായി വളർന്ന് വലിയൊരു സംഘടന വലിയൊരു രീതിയിൽ തന്നെ. ജനറൽ സെക്രട്ടറി T അഷ്റഫുദ്ദീൻ, MV റൌഫ്, P മുഹമ്മദ് അലി, ലയൺ പവിത്രൻ, PV സിനാൻ, K രാജേഷ് എന്നിവർ സംസാരിച്ചു. ദേവിക രാജേഷ്, അതുൽ ദേവ്, ആസിയ BCM എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ മണക്കാട് കോട്ടൂർ പറമ്പ് ശ്രീ മടയിൽ ചാമുണ്ഡി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായി നടന്നുവന്ന മഹോത്സവമാണ് സമാപിച്ചത്. കരിവെള്ളൂർ മണക്കാട് കോട്ടൂർ പറമ്പ് ശ്രീ മടയിൽ ചാമുണ്ഡി ദേവസ്ഥാനത്ത്
2 ദിവസങ്ങളിലായി നടന്നുവന്ന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. തങ്ങളുടെ ഇഷ്ടദേവതയെ കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ദേവസ്ഥാനത്ത് എത്തിച്ചേർന്നത്. പാതാളമൂർത്തി എന്നുകൂടി വിളിപ്പേരുള്ള ഈ മഹാകാളി ചണ്ടമുണ്ടന്മാർ ഒളിച്ച പാതാളത്തോളം പിന്തുടർന്ന കൊടിയ ദേവതയെന്നാണ് വിശ്വാസം. കയ്യൂർ ആലന്തട്ടവനത്തിൽ നായാട്ടിനിറങ്ങിയ വണ്ണാടിൽ പൊതുവാളുടെ പിന്നാലെ കൊടുങ്കാറ്റുപോലെ മടയിൽ നിന്നും പാഞ്ഞോടി വന്ന ദേവി മടയിൽ ചാമുണ്ടിയായി അറിയപ്പെട്ടു. ആദ്യ ആരൂഢമായ ആലന്തട്ട മടവാതിൽക്കലും പിന്നെ തിമിരി ഗോപുരത്തിലും കരിവെള്ളൂർ കോട്ടൂരിലും പയ്യന്നൂർ വണ്ണാട് മീനക്കൊട്ടിലും സ്ഥാനമുറപ്പിച്ചു എന്നാണ് കഥ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്നും റിനൽ ഡയാലിസിസ് ടെക്നോളജിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നന്ദന ഹരിദാസിനെയും അനുമോദിച്ചു. BJP കണ്ണൂർ ജില്ലാ സെക്രട്ടറി അരുൺ കൈതപ്രം ഉപഹാരങ്ങൾ നൽകി. BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ +2 SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്നും റിനൽ ഡയാലിസിസ് ടെക്നോളജിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നന്ദന ഹരിദാസിനെയും BJP മണ്ഡലം പ്രസിഡന്റ് CV സുമേഷിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അരുൺ കൈതപ്രം ഉപഹാരം നൽകി അനുമോദിച്ചു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി രാഹുൽ ഗോപിദാസ് പൊന്നാടയണിയിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സത്യൻ കരിക്കൻ, മണ്ഡലം സെക്രട്ടറി വിജു ചെറുകുന്ന്, മണ്ഡലം ട്രഷറർ ജിജേഷ് അണ്ണാമല, BJP കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് PV, ജനറൽ സെക്രട്ടറി ഷിഖിൽനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വെള്ളൂർ എവർമറി റിക്രിയേഷൻ ക്ലബിന്റെ 15ാമത് എവർമറി ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മെയ് 26 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഗവൺമെന്റ് മാറി മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകൾ കായിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ശക്തിപ്പെടുത്താൻ, അത് ഇതര രാജ്യങ്ങളോട് മത്സരിക്കുന്നതിന് ആവശ്യമായ സന്നദ്ധരായിട്ടുള്ള ആളുകളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിനൊന്നും വേണ്ടത്ര ഇന്ന് കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ പൊതുവായിട്ടൊരവസ്ഥ എന്ന് പറയുന്നത്. ചൈനയൊക്കെ വളരെയേറെ കായിക രംഗത്ത് മുന്നോട്ട് പോകുന്ന ഒരു നില നമുക്ക് പൊതുവിൽ കാണാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. വാർഡ് കൗൺസിലർ TV ദാക്ഷായണി അധ്യക്ഷത വഹിച്ചു. E കരുണാകരൻ, KV സുധാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ KSC കണ്ടോത്ത് 3-2 MRCFC എടാട്ടുമ്മലിനെ പരാജയപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അന്നൂർ വേമ്പു സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വാർഷികാഘോഷവും കലാസംഗമവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. അന്നൂർ വേമ്പു സ്മാരക വായനശാല ഗ്രന്ഥാലയം വാർഷികാഘോഷവും കലാസംഗമവും അന്നൂർ പടിഞ്ഞാറേക്കര ജനകീയ കലാസമിതി ഗ്രൗണ്ടിൽ നടന്നു. നഗരസഭാ അധ്യക്ഷ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥാലയം പ്രസിഡന്റ് KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാർ, ഡോക്ടർ KM സജിൻ, ഡോക്ടർ സുജ വിനോദ് എന്നിവർ മുഖ്യാതിഥികളായി. പരിപാടിയിൽ LSS, USS, സംസ്കൃതം, NMMS സ്കോളർഷിപ്പ് വിജയികളെ അനുമോദിച്ചു. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറ്റാരിക്കൽ 25-ൽ വീട്ടുകിണറ്റിൽ നിന്ന് 40-കാരന്റെ അസ്ഥികൂടം കണ്ടെത്തി. ചിറ്റാരിക്കൽ കാര സ്വദേശി കണ്ടറമറ്റത്തിൽ KA കുര്യൻ എന്ന അനീഷിന്റെ അസ്ഥികൂടമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കിണറ്റിൽ നിന്ന് അനീഷിന്റെ ആധാർ കാർഡ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥിരീകരണം. വിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം 1ാം സ്ഥാനത്താണെന്നും മന്ത്രി പറഞ്ഞു. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 45ാം വാർഷികം സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യാപാര സ്ഥാപനത്തിലെ എയർ കണ്ടീഷണറിന്റെ കേബിളുകളും പൈപ്പും മുറിച്ച് കടത്തിയ പ്രതി പിടിയിൽ. പയ്യന്നൂർ പെരുമ്പയിലെ ABC മൈ ഹോം എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. കണ്ണപുരം സ്വദേശി ഷബീറിനെയാണ് SI MK രഞ്ജിത്തും സംഘവും പിടികൂടിയത്.
പയ്യന്നൂരിലെ കോടതി സമുച്ചയ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. പയ്യന്നൂർ MLA TI മധുസൂദനൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ചു. ട്രാൻസ് വുമൺ എമി ഷിറോണിന് NGO യൂണിയൻ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. പരിയാരം മുടിക്കാനത്ത് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ MLA നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.